ഹലോ, വെൽക്കം ടു ലീഗൽ ബ്രീഫ്. ഒരു ടോപ്പിക്കാണ് കമ്മീഷണർ. സെക്ഷൻ 75 മുതൽ 78 വരെയും ഓർഡർ 26-ലുമാണ് കമ്മീഷണർ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് പറയണത്. ഈ കമ്മീഷണർ എന്ന് പറയുന്നത് കോടതി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ് കമ്മീഷണർ എന്ന് പറയുന്നത്. കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സർവൻറ്റ് എന്ന് പറയുന്ന മീനിങ്ങിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. ഇയാൾക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. അതായത് സെക്ഷൻ 75-ലാണ് ഇയാൾ എന്തിനൊക്കെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയണത്. ഇയാൾ എന്താണ് വിറ്റ്നസിനെ എക്സാമിൻ ചെയ്യാനും സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടത്താനും പിന്നെ അക്കൗണ്ട്സ് ഈ കണക്കുകളൊക്കെ ഇല്ലേ, ഈ അക്കൗണ്ട്സിനെ അഡ്ജസ്റ്റ് ചെയ്യാനും എക്സാമിൻ ചെയ്യാനും പിന്നെ പേഴ്സൺ എക്സാമിൻ ചെയ്യാനും പ്രോപ്പർട്ടീസിനെ അസർട്ടൈൻ ചെയ്യാനും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടാണ് ഈ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷനും കൊടുക്കാം, അല്ലെങ്കിൽ കോടതിയുടെ സുവോ മോട്ടോ വഴിയും എന്ത് ചെയ്യാം, കമ്മീഷണറിന് എന്ത് ചെയ്യാം, അപ്പോയിന്റ് ചെയ്യാം. ഇതൊക്കെ കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ആപ്ലിക്കേഷൻ കൊടുത്താലും കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ കോടതിക്ക് സ്വയമേധ എന്ത് ചെയ്യാം, ഈ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യാം. പിന്നെ കമ്മീഷണറെ കേൾക്കാനായിട്ടുള്ള ഇതുണ്ട്, അതുപോലെ തന്നെ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ടുള്ള ഇത് കോടതിക്കുണ്ട്. പിന്നെ കമ്മീഷണർ എന്താണ്, പബ്ലിക് സർവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ റൈറ്റും അയാൾക്ക് എന്തുണ്ട്, കമ്മീഷണറിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്മീഷണർ ചെയ്യുന്ന ഡ്യൂട്ടീനെ തടഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തെറ്റ് തന്നെയാണ്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.